സ്വാതന്ത്ര്യത്തിന്റെ കരുത്ത് യുവത ഏറ്റെടുക്കണമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ. ഭരണഘടനാ മൂല്യങ്ങളും തത്വങ്ങളും തലമുറകളിലേക്ക് കൈമാറി രാജ്യത്തെ ഐക്യവും അഖണ്ഡതയും നിലനിർത്തുക ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം പറഞ്ഞു. കോട്ടമൈതാനത്ത് സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടിയിൽ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. Distinguished Chief Guest, Honorable Minister Shri N. Shamsuddin will now inspect the Independence Day Parade. He is being escorted by Shri Pradeep Kegu, Inspector of Police, Walayar Police Station. Marching for the saluting dice is the 1st Platoon of Kerala Armed Police 2nd Battalion, led by Shri C.R. Armed Police Sub-Inspector. Saluting the distinguished guests is the 3rd Platoon of Local Police Palakkad, led by Sub-Inspector Shri Sridhar P. Town South Police Station. Palakkad Shrimati Sudarsana S. Sub-Inspector of Police. Kerala Excise Department Shri Tanshiri, Excise Inspector, Colombo Range Office. വിശിഷ്ടാതിഥി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കടന്നുപോകുന്ന 12ാമത് പ്ലട്ടൂണായ 27 കേരള ബറ്റാലിയൻ NCC മേഴ്സി കോളേജ് പാലക്കാട് നയിക്കുന്നത് അനുശ്രീ വി, സീനിയർ ഓഫീസർ. Saluting the Honorable Minister is the Student Police Cadet Girls from Government Mine Model HSS Palakkad. Students Police Cadet Boys. Saluting the Honorable Minister is the NSS team from Government Mine HSS Palakkad, led by Kumari Abhirami, followed by the band team from Kanikimada EMG HSS Palakkad. ശാസ്ത്രത്തിലും സാങ്കേതിക വളർച്ചയിലും ഇന്ത്യ ഏറെ മുന്നിലാണ്. അനുദിനം മുന്നേറുന്ന വിദ്യാഭ്യാസ രംഗത്ത് കാലാനുസൃതമായ മാറ്റങ്ങൾ ഉണ്ടാവേണ്ടത് അനിവാര്യമാണ്. ലോകോത്തര നിലവാരത്തിലുള്ള പല കാര്യങ്ങളെയും അഭിമുഖീകരിക്കേണ്ട വിദ്യാർത്ഥികളെ ഈ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ പ്രാപ്തരാക്കണമെന്ന് മന്ത്രി ഓർമ്മിപ്പിച്ചു. ജനാധിപത്യ ബോധവും മതേതരത്വവും ഏവരും കാത്തുസൂക്ഷിക്കണം. സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായി അരികുവൽക്കരിക്കപ്പെട്ടവരെ ചേർത്ത് നിർത്തി സമത്വത്തോടെയും സാഹോദര്യത്തോടെയും മുന്നോട്ടു പോകുമെന്ന് പ്രതിജ്ഞാബദ്ധരാകണം. നാനാത്വത്തിൽ ഏകത്വം നിലനിർത്തണം. സ്വതന്ത്രമായ ചിന്തകൾക്ക് പ്രസക്തിയുണ്ടാവണം. വ്യത്യസ്ത ഉപദേശീയതകളിലും മാതൃരാഷ്ട്രമെന്ന നിലയിൽ ഏകമനസ്സോടെ നിലകൊള്ളണമെന്നും സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ മന്ത്രി വ്യക്തമാക്കി. നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങൾ തന്നെയാണ്. അതിലൊന്ന് ജനാധിപത്യമാണ്. ദ ലാർജസ്റ്റ് ഡെമോക്രസി ഇൻ ദ വേൾഡ്, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം. അത് നമുക്ക് അഭിമാനിക്കാവുന്ന ഒന്നാണ്. വളരെ താഴെ തട്ടിൽ നിന്ന് ഏറ്റവും സമുന്നതമായ സഭകളിൽ വരെ ആ ജനാധിപത്യ ബോധം നമ്മൾ നിലനിർത്തി പോരുകയാണ്. അതുപോലെ മറ്റൊന്നും മതേതരത്വമാണ്. നമ്മളുടെ വിവിധ ജാതി മത സമൂഹങ്ങൾ അധിവസിക്കുന്ന ഈ മണ്ണ് മതേതരത്വമായി നിലനിർത്താൻ നമ്മുടെ രാഷ്ട്രശില്പികൾ ശ്രമിച്ചിട്ടുണ്ട്. അതിന്നോളം നമ്മളും ശ്രമിച്ചു വരികയാണ്. അതുപോലെ തന്നെ മറ്റൊന്ന് സാമൂഹിക നീതിയാണ്. എല്ലാവരും ഈ രാജ്യത്തിന്റെ മക്കളാണ്. അതുകൊണ്ട് തന്നെ ഭ്രാന്തവൽക്കരിക്കപ്പെട്ട പിന്നോട്ട് പോയ സമൂഹങ്ങളെ ഒപ്പം ചേർത്ത് നിർത്താനുള്ള സാമൂഹിക നീതി, സമത്വം, സാഹോദര്യം, ഈ ഭരണഘടനാ മൂല്യങ്ങൾ എന്നും ഉയർത്തിപ്പിടിക്കാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധരാണ്.
ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ആ പ്രതിജ്ഞയാണ് നമുക്ക് പുതുക്കേണ്ടത്. നമ്മളുടെ ഏറ്റവും വലിയ പ്രത്യേകത വൈവിധ്യമാണ്, നാനാത്വത്തിലെ ഏകത്വമാണ് ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത. ലോകത്തെ പല രാഷ്ട്രങ്ങളെയും നമ്മൾ പരിശോധിച്ചാൽ അവിടെയൊക്കെ ഒരു സമാന സ്വഭാവമായിരിക്കും എല്ലാത്തിലും. അവരുടെ വസ്ത്രത്തിൽ, അവരുടെ ഭക്ഷണത്തിൽ, അവരുടെ ജീവിത രീതികളിൽ, അവിടുത്തെ കാലാവസ്ഥ പോലും അങ്ങനെയായിരിക്കും. ഒരു രാജ്യത്ത് ഒരു രീതിയിലായിരിക്കും. രാവിലെ 9-ന് ഔദ്യോഗിക പരിപാടിക്ക് തുടക്കമായി. ജില്ലാ കളക്ടർ കെ സുധീർ, ജില്ലാ പോലീസ് മേധാവി എ അബ്ദുൾ റാഷി എന്നിവർ അഭിവാദ്യം സ്വീകരിച്ചു. പോലീസ്, എക്സൈസ്, വനം, സ്റ്റുഡന്റ് പോലീസ്, കേരള ഹോംഗാർഡ്, സിവിൽ ഡിഫൻസ്, അഗ്നിരക്ഷാസേന, NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് തുടങ്ങിയ 26 വിഭാഗങ്ങൾ പരേഡിൽ അണിനിരന്നു. കാണിക്കമാത, കർണകീയമ്മൻ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ ബാൻഡ് പ്ലാറ്റൂണുകളും പങ്കെടുത്തു. വാളയാർ CI KO പ്രദീപ്, DHQ ക്യാമ്പിലെ സബ് ഇൻസ്പെക്ടർ റഫീഖ് എന്നിവർ പരേഡ് നയിച്ചു. മികച്ച പ്രകടനം നടത്തിയ പ്ലാറ്റൂണുകൾക്ക് മന്ത്രി മൊമന്റോ സമ്മാനിച്ചു. ഡൽഹി RD ക്യാമ്പ്, തൽസേന ക്യാമ്പ് എന്നിവയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. ദേശീയഗാനാലാപനത്തോടെ ചടങ്ങുകൾ സമാപിച്ചു. പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചായിരുന്നു പരിപാടി. രമേശ് പിഷാരടി MLA, പാലക്കാട് നഗരസഭാ ചെയർമാൻ P സ്മിതേഷ്, ADM അബ്ദുൾ ലത്തീഫ്, പാലക്കാട് RDO K ദേവകി, ഡെപ്യൂട്ടി കളക്ടർമാർ, ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.